ഹായ് ഹലോ. ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെ സിമ്പിളായിട്ട് അതായത് തുടക്കക്കാർക്ക് പോലും അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബേബി ഫ്രോക്കിൻ്റെ കട്ടിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിന് സ്റ്റിച്ചിങ് ഞാൻ നെക്സ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് യോക്ക് പോർഷൻ ആണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈനിങ്ങിലാണ് കേട്ടോ ഫസ്റ്റ് അളവുകളൊക്കെ മാർക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ലൈനിങ് ഇതുപോലെ നാലാക്കി മടക്കിയിട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫസ്റ്റ് തന്നെ ഷോൾഡർ മോൾ ഭാഗത്ത് നമ്മൾ സ്ട്രൈറ്റ് ലൈൻ കൊടുക്കണം കേട്ടോ. പിന്നെ ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ ഞാനിവിടെ ഒരു 4.5 ഇഞ്ച് എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ആം ഹോളും ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം നെക്ക് ലെങ്ത്തും നെക്ക് വിഡ്ത്തും മാർക്ക് ചെയ്യുക. അപ്പോൾ എത്രയാണോ നമുക്ക് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നെക്ക് വിഡ്ത്ത് 2ഉം ലെങ്ത്ത് ഒരു 2.25 ആണ് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം പിന്നെ ചെസ്റ്റും വേസ്റ്റും മാർക്ക് ചെയ്യുക. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ഏകദേശം ചെസ്റ്റും വേസ്റ്റൊക്കെ ഒരേ അളവിൽ തന്നെയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുക. അത് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ശേഷം പിന്നെ അടിഭാഗത്ത് നമ്മൾ യോക്ക് ലെങ്ത്ത് നോക്കിയിട്ട് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ അളവുകളും യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ അടിഭാഗത്ത് യോക്ക് പോർഷൻ്റെ ഇടയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ടും വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇനി ആം ഹോൾ വരയ്ക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു ഈ ഒരു സ്കെയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ നെക്കും ആം ഹോളൊക്കെ വരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നെക്ക് ഞാൻ സിബും കൊളുത്തും, കാരണം തുടക്കക്കാർക്ക് പോലും നമുക്ക് ഫസ്റ്റ് ഒന്ന് സിബോ കൊളുത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇതിന് ഞാൻ ജിബോ കൊളുത്തോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഫ്രണ്ടും ബാക്കൊക്കെ ഒരേ ലെവലിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. നെക്ക് അപ്പോഴേ കുട്ടികളുടെ തല കൊള്ളുന്ന രീതിയിൽ അങ്ങനെയാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആം ഹോൾ വരച്ചു, അതേപോലെ തന്നെ നെക്കും വരച്ചു. പിന്നെ ആം ഹോൾ വരച്ചതിന് ശേഷം ഒരു താഴേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ അതിൽ കൂടെ ഒന്നുകൂടി ആം ഹോൾ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം സ്ലീവ്ലെസ് പോലെയാണ് ഇത് ചെയ്യുന്നത്. സ്ലീവ്ലെസ് തന്നെയാണ് മോൾ ഭാഗത്ത് ചെറുതായിട്ട് അങ്ങനെ ഫ്രില്ലുകൾ ചെറുതായിട്ട് ലാസ്റ്റ് കൊടുക്കേണ്ടത് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. സ്ലീവ്ലെസ് ആവണ കാരണം കൊണ്ട് നമ്മൾ 1/2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് വേണം രണ്ടാമത് ആം ഹോൾ നമ്മൾ വരയ്ക്കാൻ കേട്ടോ. പിന്നെ അതിന് ശേഷം ഇതേപോലെ നമ്മൾ വരച്ച അളവുകൾ കൂടെ ഒക്കെ കട്ട് ചെയ്തിട്ടെടുക്കുക. അടിഭാഗം കട്ട് ചെയ്തു, അതുപോലെ തന്നെ നെക്ക് കട്ട് ചെയ്തു. ഇനിയിപ്പോൾ ആം ഹോൾ കട്ട് ചെയ്തിട്ടെടുക്കുക. നമുക്ക് മെയിൻ കട്ടിങ് എന്ന് പറയുന്നത് ഈ യോക്ക് പോർഷനിൽ ഇത്ര തന്നെ വരുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ലൈനിങ് പീസ് വെച്ചിട്ട് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണുള്ളൂ, കാരണം ഷേപ്പിലൊന്നും കട്ട് ചെയ്യുന്നില്ല. ഒരു സ്ക്വയർ പീസ് ഇത് വെച്ചിട്ട് അതിൻ്റെ അളവിലാണ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ മറിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ജസ്റ്റ് ഓരോ പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആകെ 1 മീറ്റർ ക്ലോത്തും കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. 3 വയസ്സായ കുട്ടിയുടെ ഒരു ഏകദേശം മെഷർമെൻറ്റിലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആകെ 1 മീറ്റർ ക്ലോത്ത്, അപ്പോൾ അത്രയും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണിത് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ യോക്ക് പോർഷൻ കട്ട് ചെയ്തു. ഇനി ബാലൻസ് ഉള്ള പീസിൽ നിന്ന് വേണം നമുക്ക് ഫ്രില്ലിടാനുള്ള പോർഷൻ കട്ട് ചെയ്യണം. അതേപോലെ തന്നെ കുഞ്ഞ് ബോ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അത് കട്ട് ചെയ്യണം. അതേപോലെ തന്നെ ബാക്കിൽ കെട്ടാനുള്ള വള്ളി അത് കട്ട് ചെയ്യണം. ഒക്കെ ഇതിൽ തന്നെയാണ്. പിന്നെ സ്ലീവിന് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം പറഞ്ഞല്ലോ, അപ്പോൾ അതൊക്കെ ഇതിൽ തന്നെയായിട്ട് കട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫസ്റ്റ് നീളനെ ഒന്ന് മടക്കുക, അതിന് ശേഷം വീതിക്ക് മടക്കുക കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതാക്കുന്നത്, കാരണം അത് 2 പീസാക്കിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എളുപ്പത്തിന് കട്ട് ചെയ്യാമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ സ്കേർട്ട് പോർഷനും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് വേണ്ടത് ഇനി കുഞ്ഞൊരു പീസാണത്. അതിന്ന് നമുക്ക് സ്ലീവിലേക്കുള്ള ആ ഒരു പീസും അതേപോലെ തന്നെ ബാക്കിൽ കെട്ടാനുള്ള ഒരു വള്ളിയും പിന്നെ അതേപോലെ തന്നെ ഒരു കുഞ്ഞ് ബോയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇനിയിപ്പോൾ ഫസ്റ്റ് ഇതിലേക്ക് ബാക്കിലേക്ക് കെട്ടാനുള്ള ടൈ ആയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതൊരു 2 ഇഞ്ച് വീതി അത്രയും കുറച്ചിട്ടാണ് എടുക്കാൻ പറ്റുള്ളൂ, കാരണം അതിലും കൂടിയിട്ടുള്ള വീതി നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ 2 ഇഞ്ച് വീതിയിലാണ് അത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാലൻസ് എത്ര ആ ഒരു പീസിൽ നിന്ന് ഇപ്പോൾ സ്ലീവ് ലെങ്ത്തും കാര്യങ്ങളും നോക്കിയിട്ട് അത് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു പീസാണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ നീളം വെച്ചിട്ട് തന്നെ നമ്മളിനി സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയായിട്ട് ചെയ്യുന്നത്. സ്ലീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സ്ലീവിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് ഫ്രില്ലിട്ടിട്ട് അങ്ങനെ വെറുതെ ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണുള്ളൂ കേട്ടോ. അല്ലാതെ
അങ്ങനെ ഒരു ഇതിലൊന്നും സ്ലീവ് കറക്റ്റായിട്ട് അങ്ങനെ ചെയ്യുന്നില്ല. എല്ലാ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ബാലൻസുള്ള പീസ് ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ലീവിൻ്റെ ഷേപ്പ് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക. ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു 3 ഇഞ്ചൊക്കെ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് ഒരു 1.5 ഇഞ്ചോളം നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിന് ഷേപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കർവ് ചെയ്തിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ജസ്റ്റ് ഒരു ഷേപ്പാണ് വരച്ചിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിന് ശേഷം ഇനിയിപ്പോൾ ലൈനിങ് സ്കേർട്ട് പോർഷനിൽ ലൈനിങ്ങിന് കട്ട് ചെയ്യാണ്ട്, അതേപോലെ തന്നെ ഈ ബോയ്ക്കും. അപ്പോൾ ബോ നോക്കുമ്പോൾ അത് നല്ല ലെങ്ത്തും കാരണം കോട്ടൺ ഫ്രോക്കല്ല, അപ്പോൾ അത്രയും വലിയ ബോ വേണ്ട വിചാരിച്ചിട്ട് അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് മാറ്റിയാണ് കേട്ടോ. അപ്പോൾ അത് ശരിയായി. ഇനിയിപ്പോൾ സ്കേർട്ട് പോർഷനിലേക്കുള്ള ലൈനിങ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് കട്ട് ചെയ്യാണ്ട്. അപ്പോൾ അതൊന്നുമില്ല, ജസ്റ്റ് ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ സെൻറ്റർ ഭാഗമൊന്ന് ലെങ്ത്തും കാര്യങ്ങളും നോക്കിയിട്ട്, അതിവിടെ ഓൾറെഡി വേറെ എന്തോ ചെയ്തതിൻ്റെ ബാലൻസാണ് ലൈനിങ് ഒക്കെ യൂസ് ചെയ്തിട്ടത്. അത് കാരണം കൊണ്ടായിട്ട് ഇങ്ങനെ ഒരു പീസ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ലെങ്ത്ത് നോക്കിയിട്ട് നമുക്ക് എത്രയാണ് വിട്ട് വേണ്ടത്, അപ്പോൾ ആ ഒരു ഇതിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ബോയ്ക്ക് നോക്കുമ്പോൾ അത് ഭയങ്കര നൈസായ പോലെ, അപ്പോൾ അത് ലൈനിങ് വെച്ചിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ബോ ചെയ്യുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കട്ടിങ് ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ടോ അപ്ലോഡ് ചെയ്യുക. അപ്പം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടിയാകുമ്പോൾ ഒരുപാട് ലെങ്ത് ആവും വീഡിയോ, അപ്പോൾ അത് കാരണം കൊണ്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.